ഹായ് ഗൈസ്, ലൈഫിൽ റിസ്ക് എടുക്കാൻ ഭയമുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ഈ കഥ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ 50 ഡേയ്സ് 50 സ്റ്റോറീസ് പാർട്ട് 1 ഡേ 3. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി മുത്തശ്ശന്റെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മുത്തശ്ശനോട് ചോദിച്ചു, എങ്ങനെയാണ് എനിക്ക് ജീവിതത്തിൽ വലിയൊരാളാവാൻ പറ്റുക, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന്. മുത്തശ്ശൻ ആ കുട്ടിയും കൂട്ടി വീടിന്റെ പുറകുവശത്ത് ഇരുന്നിട്ട് 2 മരത്തിന്റെ വിത്തുകൾ നട്ടു. എൻ്റെ കുട്ടിയോട് പറഞ്ഞു, ഇനി നീ വരുമ്പോൾ നിനക്ക് ഇവിടെ ഈ മരം കാണുമ്പോൾ നിനക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നതാണ്. അങ്ങനെ അതിലെ ഒരു വിധത്തിന്റെ ചിന്ത എങ്ങനെ വെച്ചാൽ, ഞാനിപ്പോൾ പുറത്തേക്ക് ഞാനിപ്പോൾ വലുതായിട്ട് പുറത്തേക്ക് വന്നാൽ എനിക്ക് ആരെ വെള്ളം തരിക, എങ്ങനെ ഞാൻ സൂര്യപ്രകാശത്തെ നേരിടും, അങ്ങനെ കുറച്ച് ചിന്തകളാണ്. ഞാൻ പുറത്തേക്ക് വരുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ്. മറ്റേ വിത്താവട്ടെ, ഇനി എന്ത് വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം, ഒരു കുഴപ്പമില്ല, ഞാൻ വളരുന്നതാണ്. ആ വിത്ത് വളർന്ന് തയ്യായിട്ടും ഈ ഫസ്റ്റത്തെ വിത്ത് മുകളിലോട്ട് വരാൻ തയ്യാറായില്ല. അത് വലിയ വരൾച്ച വന്ന ഞാൻ എന്ത് ചെയ്യും, മഴ പെയ്താൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് സ്വയമേ പേടിത്തൊണ്ടനായിട്ട് ഉള്ളിൽ തന്നെ ഇരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുട്ടി വന്നപ്പോൾ ഒരു വിത്ത് മാത്രം വലിയ വൃക്ഷമായി മാറി. അപ്പോൾ കുട്ടി മുത്തശ്ശനോട് ചോദിച്ചു, എന്താണ് മുത്തശ്ശ മറ്റേ വിത്ത് വളരാഞ്ഞത്? അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, മറ്റേ വിത്ത് ഓരോ സ്വയം തന്നെ കുറ്റപ്പെടുത്തി ഓരോ നാളെ എന്ത് ആലോചിച്ച് പേടിച്ച് വളർന്നില്ല. അതായത് നമ്മുടെ എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂറും ഒരേ അവസരങ്ങളുമാണ്. പക്ഷേ ആരത് നന്നായി ഉപയോഗിക്കുന്നോ അവരെ ലൈഫിൽ മുന്നോട്ട് വിജയിക്കുള്ളൂ. സ്വയം നാളെ അതിൽ പകുതി ആൾക്കാരും ഈ നമ്മുടെ ജനങ്ങളിൽ മനുഷ്യരിൽ പകുതി ആൾക്കാരും നാളെ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് ഇന്നത്തെ ജീവിതം പാഴാക്കി കളയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാവണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ആദ്യത്തെ വിത്ത് പോലെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടണോ, അത് രണ്ടാമത്തെ പോലെ വലിയ മുന്നോട്ട് പോയി ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് വളർന്ന് പന്തളിച്ച് ഒരു വൃക്ഷമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട്, വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ചാനൽ ഫോളോ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കഥ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്